രാഹുലെ, ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് KSU പ്രവർത്തകർ കുത്തിപ്പിടിച്ചിരിക്കുന്നു. മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നാണ് കേസ്. ഒരു മന്ത്രി നടുറോഡിൽ ആക്രമിക്കപ്പെടുന്ന ഒരു പ്രവണത, അത് ശരിയാണ്? മന്ത്രി ആക്രമണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ വിഷ്വൽസ് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മന്ത്രിക്ക് ഒരാക്രമണവും ഉണ്ടായിട്ടില്ലാത്തത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഒരു സ്ക്രിപ്റ്റഡാണ്. ഇവിടെ സമരങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഇതിലും മോശമായി ചെയ്തിട്ടുള്ളൊരു പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM-ഉം DYFI-യും SFI-യും ഒക്കെ തന്നെയാണ്. പഴയകാല ചരിത്രങ്ങൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ കരിയോയിലൊഴിച്ചതും കാറ് തല്ലിപ്പൊളിച്ചതും അങ്ങനെ എത്ര വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ആ സമരക്കാർക്കെതിരെ അറസ്റ്റ് ചെയ്യുകയാണ്, അവർ റിമാൻഡിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ FIR-ൽ എഴുതി ചേർത്തിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു, രാഹുലെ കൊല്ലട എന്ന് ആക്രമിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടിച്ചു. രാഹുലെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കരിങ്കൊടി ഒരു മാരകായുധമാണ്. കരിങ്കൊടിയുമായിട്ടാണ് ചെന്നതെന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. പിന്നെ രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, രാഹുൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മന്ത്രിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ടാണ് മന്ത്രി, ആ വിഷ്വലിൽ തന്നെ അറിയാം, മന്ത്രി എന്തിന് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു എന്നൊരു ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കിത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിക്കുന്നത്, എന്നെ കൈവയ്ക്കൂ, എനിക്ക് കുറച്ച് വാർത്ത ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത പോലെ ഈ ഒരു പ്രക്ഷോഭക്കാർക്കിടയിലേക്ക്, അല്ലെങ്കിൽ കരിങ്കൊടി പ്രക്ഷോഭത്തിന് നിന്നവരുടെ ഇടയിലേക്ക് എന്തിനു മന്ത്രി ഇറങ്ങി ചെന്നു എന്നൊരു ചോദ്യം. അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി ഒറ്റ ദിവസം കൊണ്ടല്ല ഈ ഒരു സ്ട്രാറ്റജി തുടങ്ങിയത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സമരങ്ങൾ എവിടെയുണ്ടോ ആ സമരങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് മന്ത്രി പോയത്. മാധ്യമങ്ങളെ ചോദ്യം ചെയ്തു, റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ മാധ്യമപ്രവർത്തകരെയും തെരഞ്ഞു പിടിച്ചിട്ട് ഞാൻ എന്താണ് ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നൊരു മന്ത്രി. നമ്മൾ മനസ്സിലാക്കണം, മന്ത്രിയുടെ വീട്ടിലേക്ക് വെറുതെ യൂത്ത് കോൺഗ്രസ്സുകാർ നടന്നു പോയ വഴിക്ക് റീത്ത് വെച്ചിട്ട് പോയതല്ല, വെറുതെ നടന്നു പോകുന്ന വഴിക്ക് കരിങ്കൊടി കാണിച്ചിട്ട് പോയതല്ല. എന്തിനാണ് അവർ സമരം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു. ഒരു രോഗിയുടെ ശരീരത്തിൽ കത്രിയിരിക്കുന്നത്, ഒരു രോഗിയുടെ ശരീരത്തിൽ തുണി തിരികെ വെച്ചിരിക്കുന്നത്. ഡോക്ടർ പറയുന്നത് എന്താണ്? ഇതൊക്കെ സർജറിയുടെ ഭാഗമാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുത്ത സമയത്ത് ഡോക്ടർ സംഘടന പറഞ്ഞു ഡോക്ടർക്കെതിരെ ഒന്നും എടുക്കരുത്, അതായത് ആക്ഷൻസ് ഒന്നും എടുക്കരുത്. പിന്നെ ആരിതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ കാൽമുട്ടിന് ചെന്ന ആളുടെ കൃഷ്ണമണി പറിക്കുന്നൊരു ആശുപത്രി, ഇടതുകാലിന് എന്തെങ്കിലും പരിക്കുമായി ചെന്ന് കഴിഞ്ഞാൽ വലതുകാലിൽ സർജറി ചെയ്യുന്നൊരു ആശുപത്രി. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ കേരളം? ഒരിക്കലും അല്ല. ഈ ഭരിക്കുന്നവരെ സംബന്ധിച്ച്, അതായത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് ഒരു 3 മാസം മുമ്പിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഹാരിസ്. ഡോക്ടർ പറഞ്ഞത്, ഇവിടെ എക്യുപ്മെന്റ്സ് വാങ്ങാൻ എനിക്കിനി ഉദ്യോഗസ്ഥരുടെ കാല് തൊഴുവാൻ വയ്യ. 3 മാസം, 1 കൊല്ലമായിട്ട് അദ്ദേഹം പല ഓഫീസുകൾ കയറി ഇറങ്ങിയാണ്. എന്തിനാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ പറയും ഇവിടേക്ക് പോകാൻ. ആ ഒരു ആരോപണത്തിന്റെ പേരിൽ ഹാരിസ് ഡോക്ടർ സസ്പെൻഷനിൽ പോകേണ്ട അവസ്ഥ വന്നു, അദ്ദേഹത്തിന്റെ ജോലി തെറിക്കുന്ന ഒരു അവസ്ഥ വന്നു. അല്ല, അപ്പം തന്നെ പിൻവലിക്കൂ. കാരണം എന്താ, കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. ആരോഗ്യ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വരുമെന്നും ആരോഗ്യമന്ത്രിക്കെതിരെ ജനങ്ങൾ തിരിയുമെന്നുള്ള കൃത്യ ബോധ്യമുണ്ടായപ്പോൾ സമയത്താണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്ന ഓരോ മനുഷ്യർക്കും അറിയാം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ ആൻജിയോഗ്രാമിന്റെ ആണെങ്കിലും അതിന്റെ അടുത്ത ദിവസം തന്നെ ആൻജിയോഗ്രാമിൻ ചെയ്യുന്ന ഇത് അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്താണ്? മിഷനില്ലാത്ത സാഹചര്യത്തിലാണ്. ഒന്നാമത്തെ കാര്യം രാഹുലെ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ തകർച്ച എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്ന ആക്രമണമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ആളൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. മാധ്യമങ്ങൾ എങ്ങനെ ഒരു വിഷയത്തെ എടുത്ത് വലിച്ചു കീറും, അല്ലെങ്കിൽ ഒരു വിഷയത്തെ എങ്ങനെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന വീണ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ, അങ്ങനെ തന്നെ പറയണം, ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, വ്യക്തമാണ്, രാഷ്ട്രീയ നാടകമാണ്. അത് ആ രാഷ്ട്രീയ നാടകത്തിന് കൃത്യമായിട്ടുള്ള
തിരക്കഥയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ തിരക്കഥയ്ക്ക് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമഘട്ടങ്ങളാണ്. ആ വിഷമഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഷണം, ഡാറ്റ മോഷ്ടിച്ചതിന്റെ പേരിൽ CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആശുപത്രി മേഖലയുമായിട്ട് പിണറായി സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, അതേപോലെ തന്നെ ഓരോ മന്ത്രിസഭയിലുമുള്ള ഓരോ വിഷയങ്ങൾ, തകർന്ന റോഡുകൾ, അതായത് വലിയ ആകർഷത്തിൽ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്ന റോഡുകൾ ഇടിഞ്ഞതായിരുന്നു. ആരോഗ്യ മേഖല തകർന്നു. അതൊന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ജലവികസന വകുപ്പ് മന്ത്രി പറഞ്ഞത് പലയിടങ്ങളിലും വെള്ളമില്ല, അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക. അഞ്ചാം കൊല്ലമാണ് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന കൃത്യമായിട്ട് ബോധ്യമുണ്ടാകുന്നത്. 2-3 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരികയല്ലേ രാഹുലെ. പിന്നെ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അവതാരകരെ കൂട്ടമായി തന്തയ്ക്ക് വിളിക്കുന്ന പ്രവണതയുള്ള കുറച്ച് രാഷ്ട്രീയക്കാർ. അല്ല, അത് സ്വാഭാവികമാണ്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരമായിട്ട് എല്ലാവർക്കും ഓരോ സ്ക്രിപ്റ്റുകൾ കാണും. ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഒരു സമരം നടക്കുന്ന വേളയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുന്ന അവസ്ഥയിൽ കഴുത്തിന് ഉളുക്കുണ്ടാവാം, സ്വാഭാവികമാണ്. ആ ഉളുക്ക് KSUക്കാര് ചെന്ന് കഴുത്ത് പിടിച്ച് ഞെരിച്ചൊടിച്ചതാണ്, കൈ പിടിച്ച് വളച്ചൊടിച്ചതാണ്. ഇത് ഗോവിന്ദ മാഷ് പറഞ്ഞതാണ്. അല്ല, സെക്യൂരിറ്റി എവിടെ? ഈ മിനിസ്റ്ററുടെ സെക്യൂരിറ്റി എവിടെ? സെക്യൂരിറ്റി ഇതിനൊന്നുമില്ല. അപ്പൊ ആ സെക്യൂരിറ്റിക്കെതിരെ ആദ്യത്തെ നടപടി എടുക്കണം. പിന്നല്ലാതെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര വകുപ്പ് തോൽവിയല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ തോൽവിയല്ലേ? ഇത്രയും സുരക്ഷകൾക്കിടയിലൂടെ KSUവിന്റെ കുട്ടികൾ, അതും യുവാക്കളാണ്, അത്ര യുവാക്കൾ ഈ പറയുന്ന സുരക്ഷ ഭേദിച്ചുള്ളിൽ കിടന്ന് ഈ പറയുന്ന മന്ത്രിയുടെ കഴുത്തോടി. KSUക്കാർക്കെതിരെ ആദ്യമേ കേസ് എടുക്കുന്നതിന് പകരം ആഭ്യന്തര വകുപ്പിന്റെ പാളിച്ച. അങ്ങനെ നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു വിഷ്വൽസ്. നമ്മൾ കാണാത്ത ഒരു വിഷ്വൽസ് ഉണ്ടെങ്കിൽ KSU പ്രവർത്തകർ ചാടിക്കേറി ചെന്ന് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലട എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അവരുടെ കൈ പിടിച്ച് തിരിച്ചൊടിക്കുന്ന ഒരു വിഷ്വൽസ് എന്താണെങ്കിൽ ഒരു വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്നേ. അല്ലെങ്കിൽ ഇതെല്ലാം ഭേദിച്ച് അവിടെ കടന്നതിന് ഈ സുരക്ഷ ഒരുക്കാൻ കഴിയാതെ പോയ പോലീസുകാർക്കെതിരെ കേസ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും ഇതൊരു നാടകമാണെന്നുള്ളത് ജനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ മാധ്യമങ്ങൾക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. പിന്നെയും എന്താ പറയുന്നത്, ഒരിക്കലും ഫലിക്കാത്ത കുറെ നാടകങ്ങൾ കെട്ടി ആഘോഷിച്ച് അല്ലെങ്കിൽ കെട്ടി അഭിനയിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിലുള്ള വില കൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു വിജയം. അല്ല, ഷാഫി പറമ്പിൽ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. താമസിയാതെ കേരളത്തിലെ ജനങ്ങൾ കഴുത്തിന് പിടിക്കും. കാരണം എന്താണ്, ഈ ചെയ്യുന്ന നാടകങ്ങൾ ജനങ്ങളുടെ മുന്നിലാണ്. ഓക്കെ, അവർ പ്രായമായ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പോലീസിന്റെ തന്നെ ഉന്തും തെള്ളും കൊണ്ട് കഴുത്തിന് ഉളുക്ക് സംഭവിച്ചേക്കാം. അത് KSUക്കാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ മാധ്യമങ്ങളിൽ ആരും കാണാത്ത മാരകായുധങ്ങളുമായിട്ട് കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് പോകുന്ന KSUക്കാരെ ഒന്നും നമ്മൾ അവിടെ കണ്ടിട്ടില്ല. ഞാൻ മുൻപ് പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കരിങ്കൊടി മാരകായുധമാണ്, അതും ഓർക്കണം. എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന്. ഇത്തരം നാടകങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് അറിയുവാനായിട്ട് നമുക്കിനി കാത്തിരിക്കേണ്ടത് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ്. അതുവരേക്കും കാത്തിരിക്കുക എന്നല്ല, അതൊന്നും ചെയ്യാൻ കഴിയില്ല.